കർണാടകയിൽ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് സിദ്ധരാമയ്യ രാജിക്കത്ത് കൈമാറി. ജനങ്ങളാണ് തന്റെ ദൈവമെന്നും ഹൈക്കമാൻഡ് തീരുമാനമനുസരിച്ചാണ് ശിവകുമാറിന് താൻ വഴിമാറിക്കൊടുക്കുന്നതെന്നും രാജിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഗവർണറുടെ അഭാവത്തിൽ ലോക് ഭവൻ സെക്രട്ടറിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. രാവിലെ സ്വന്തം വസതിയിൽ വെച്ച് മന്ത്രിമാർക്കായി ഒരുക്കിയ പ്രത്യേക പ്രഭാത ഭക്ഷണ യോഗത്തിലാണ് നാടകീയമായ രാജി പ്രഖ്യാപനമുണ്ടായത്. വരും ദിവസങ്ങളിൽ ഡി.കെ. ശിവകുമാറിനെ പൂർണ്ണമായി പിന്തുണച്ച് ഒപ്പം നിൽക്കാൻ സിദ്ധരാമയ്യ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മന്ത്രിമാരോടും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. ഭരണമാറ്റ വാർത്തകൾ പുറത്തു വന്നതോടെ ഉപമുഖ്യമന്ത്രിയായും പുതിയ മുഖ്യമന്ത്രിയായി നിശ്ചയിക്കപ്പെടുകയും ചെയ്ത ഡി.കെ. ശിവകുമാറിന്റെ ബാംഗ്ലൂരിലെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഒരുക്കി. പ്രവർത്തകർ കൂട്ടത്തോടെ മുദ്രാവാക്യം വിളിക്കുകയും പരസ്പരം മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും മനുഷ്യന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് കർണാടകത്തിലെ കോൺഗ്രസിനെ നയിച്ചതെന്നും ഈ വലിയ അധികാരമാറ്റം വിജയകരമായി പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡിനും രാഹുലിനും കെ.സി. വേണുഗോപാലിനും നന്ദി അറിയിക്കുന്നെന്നും വസതിയിൽ തടിച്ചുകൂടിയ അണികൾക്ക് മുന്നിൽ ഡി.കെ. ശിവകുമാർ പറഞ്ഞു. അതേസമയം ഹൈക്കമാൻഡ് നൽകിയ രാജ്യസഭാ സീറ്റ് തനിക്ക് വേണ്ട എന്ന് സിദ്ധരാമയ്യ പറഞ്ഞതായുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഈ ഒരു വിഷയത്തോടെ കർണാടക കോൺഗ്രസിലെ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. ജനം, ഡൽഹി.